ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനതിന് എന്ത് ചെയ്തു? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കിതൊന്നും അറിയില്ല. അവളുടെ കഴുത്തിലെ താലിമാല ഋഷി വലിച്ചു പൊട്ടിച്ചു. പ്രതയ്ക്ക് തന്റെ നെഞ്ചു പൊട്ടിപ്പോകും പോലെ തോന്നി. ലേഡി കോൺസ്റ്റബിൾ അവളെ ജീപ്പിലേക്ക് കയറ്റി. പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതയെ ജയിലിലടച്ചു. നേരം വെളുത്തതും ഋഷിയോട് പ്രത അക്കാര്യം ആവശ്യപ്പെട്ടു. തനിക്ക് ഗാഥ ചേച്ചിയെ കാണാൻ പോകണമെന്ന്. ശരിയെന്ന് ഋഷിയും സമ്മതിച്ചു. ഋഷി ബാത്റൂമിലേക്ക് കുളിക്കാനായി പോകാൻ തുടങ്ങവേ അവരുടെ റൂമിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഋഷിയുടെ അച്ഛൻ അവിടേക്ക് വന്നു. എന്തോ ബിസിനസ് കാര്യം പറയാനായി വന്നതായിരുന്നു ലളിത്. പക്ഷേ ഋഷിയുമായി സംസാരിക്കുന്നതിനിടയിൽ അയാൾ പ്രതയെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നോട്ടത്തിൽ പ്രതയ്ക്കെന്തോ അസ്വാഭാവികത തോന്നി. പക്ഷേ അവളത് പുറത്തു കാട്ടിയില്ല. ലളിത് സംസാരിച്ചു തീർന്ന റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഋഷി നേരെ ബാത്റൂമിലേക്കും പോയി. ലളിത് കാണാതെ ലളിതിന്റെ പിന്നാലെ പ്രതയും കൂടി. ലളിത് നേരെ പോയത് 3ാമത്തെ നിലയിലെ ഹാളിൽ തൂണിന്റെ പിന്നിൽ മൂടുപടം ധരിച്ച ഒരാളുടെ അടുത്തേക്കായിരുന്നു. പ്രത അവരുടെ സംസാരം മറഞ്ഞു നിന്ന് കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് പ്രതയുടെ പിന്നിൽ നിന്നും അവളുടെ മൂക്കിലും വായിലുമായി ഹരീഷ് ക്ലോറോഫോം നിറഞ്ഞ തുണി പൊത്തിപ്പിടിച്ചു. നിമിഷ നേരത്തിനകം അവൾ ബോധം കെട്ടു. പ്രത ബോധം കെട്ടതും ലളിതും മൂടുപടം ധരിച്ച അയാളും അവളെ നോക്കി. ശേഷം അവരിരുവരും ചിരിച്ചു. അപ്പോഴേക്കും ലളിത് തുടർന്നു. എനിക്കറിയാമായിരുന്നു പ്രത എന്റെ പിന്നാലെ വരുമെന്ന്. അത് തന്നെയായിരുന്നു നമുക്കും വേണ്ടത്. ഇനി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. മുഖംമൂടി ധരിച്ചിരിക്കുന്ന ആളെ നോക്കി ലളിത് ചോദിച്ചു. എന്താ, എല്ലാം നടക്കില്ലേ? പെട്ടെന്ന് അയാൾ മൂടുപടം മാറ്റി. അതും പ്രത തന്നെ ആയിരുന്നു. പെട്ടെന്ന് ഹരീഷ് ഞെട്ടി. വലിച്ച, ഇതെന്താ? ഇതാരാ? 2 പ്രതയോ? ഹരീഷിന്റെ ചോദ്യം കേട്ട് ലളിതും മറ്റേയാളും പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് പ്രത നെഞ്ചിൽ കൈകൾ ഇരുവശത്തായി വെച്ച് അവളുടെ വിശ്വരൂപത്തിലേക്ക് വന്നു. അത് മെഹക് ആയിരുന്നു. മത്സ്യകന്യകയായ മെഹക്. അതെ, മെഹക് പ്രതയെ ചതിച്ചു തുടങ്ങിയിരിക്കുന്നു. മെഹക്കിനെ കണ്ടതും ഹരീഷ് ഞെട്ടി. അവളുടെ ശരീരം മീനിന്റെ പുറം പോലെ ആകാൻ തുടങ്ങി. വല്ലിച്ച, ഇതെന്താ? ഈ മെഹക്ക് മത്സ്യകന്യകയാണോ? മെഹക്കിന്റെ വിശ്വരൂപം കണ്ട ഹരീഷ് ആകെ പേടിച്ചു നിന്നതും അവിടേക്ക് പെട്ടെന്ന് ഒരാൾ കൂടി കടന്നു വന്നു. സീമ ഗുജ്റാൾ, കഥയിലെ യഥാർത്ഥ വില്ലത്തി. അതെ ഹരീഷ്, മെഹക് മത്സ്യകന്യകയാണ്. നിന്റെ സംശയങ്ങൾ ഞാൻ തീർത്തു തരാം. നിന്നെ നമുക്ക് സഹായത്തിനായി കൂടിയേ തീരൂ. അതുകൊണ്ട് നിന്റെ സംശയങ്ങൾ തീർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. നീ ഞെട്ടാൻ തയ്യാറായിക്കോ? ഫ്ലാഷ് ബാക്ക് കേൾക്കണ്ടേ നിനക്ക്? സീമ ഒരു കഥയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. അതായത് മെഹക്ക് മാത്രമല്ല, നിന്റെ കയ്യിൽ ബോധം കെട്ട് കിടക്കുന്ന പ്രതയില്ലേ, അവളും മത്സ്യകന്യകയാ. വെറും മത്സ്യകന്യകയല്ല, മത്സ്യങ്ങളുടെ എല്ലാം റാണി, മത്സ്യറാണി പ്രത. ഏതൊരു മനുഷ്യനാണോ മത്സ്യങ്ങളുടെ റാണിയെ കൊല്ലുന്നത്, അവർക്ക് ഒരുപാട് ശക്തികൾ ലഭിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതും അതാണ്. പ്രതയെ അവളുടെ 21ാം പിറന്നാളായ നാളെ നമ്മൾ കൊലപ്പെടുത്തും. അതോടുകൂടി അവളുടെ പക്കലുള്ള അതീന്ദ്ര ശക്തികൾ എന്റെ മകളായ മെഹക്കിന് ലഭിക്കും. അങ്ങനെ അവൾ മത്സ്യങ്ങളുടെ എല്ലാം റാണിയായി മാറും. പിന്നീട് ആ ഇന്ദ്രനീലവും നമുക്ക് സ്വന്തം. സീമയുടെ വാക്കുകൾ കേട്ട ഹരീഷ് ഞെട്ടിത്തെറിച്ചു. വല്യമ്മ എന്തായി പറയുന്നത്? മെഹക് വല്യമ്മയുടെ മകളോ? അതെ ഹരീഷ്, എന്റെ മകളാണ് മെഹക്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ്. എല്ലാം ഞാനിപ്പോ നിന്നോട് വിവരിക്കാൻ പോവുകയാണ്. കാരണം എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരാളെ എനിക്ക് എന്റെ കൂടെ നിർത്തണം. എങ്കിൽ മാത്രമേ കാലം ഇത്രയും കാത്തിരുന്ന എന്റെ ആഗ്രഹം നടക്കുകയുള്ളൂ. സീമ 22 വർഷങ്ങൾക്ക് മുൻപുള്ള കഥ പറയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മത്സ്യകന്യകയായിരുന്നു. വാസുകി വംശത്തിന്റെ മത്സ്യകന്യകയായ സീമ. എനിക്കൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു, മാന്യത എന്ന മത്സ്യറാണി. ഏതൊരു മത്സ്യറാണിയാണോ അമ്മയായി മാറിക്കഴിയുന്നത്, പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ സ്ഥാനം അവളുടെ മകൾക്ക് നൽകേണ്ടതായി വരും. എന്റെ ചേച്ചി ആദ്യം പ്രസവിച്ച മകളായിരുന്നു ഗാഥ. ചേച്ചിയുടെ 2ാമത്തെ പ്രസവത്തിന്റെ അതേ സമയത്തായിരുന്നു ഞാനും എന്റെ മകൾ മെഹക്കിന് ജന്മം നൽകിയത്. എന്റെ മകളായ മെഹക് മത്സ്യറാണിയാകണമെങ്കിൽ ഗാഥയെ കൊല്ലണമെന്ന് എനിക്കറിയാമായിരുന്നു. മാത്രമല്ല, എന്റെ മകൾ ആ സ്ഥാനത്ത് വരണമെങ്കിൽ എന്റെ ചേച്ചിയുടെ മകളായി മെഹക് വളരണം. അതിനുവേണ്ടി ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കൊല്ലുകയായിരുന്നു. പകരം മെഹക്കിനെ ആ സ്ഥാനത്ത് വെച്ചു. ശേഷം എന്റെ കുഞ്ഞാണ് മരിച്ചു പോയതെന്ന് മത്സ്യലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ചു. അങ്ങനെ എന്റെ മകൾ മെഹക് മാന്യതയുടെ കുട്ടിയായി വളർന്നു. പക്ഷേ എന്റെ മുന്നിൽ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ ഗാഥയെ കൂടി എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നത്.
അതിനായി ഞാനൊരു ദിവസം ഗാഥയെ കൊല്ലാനായി ശ്രമിച്ചു. പക്ഷേ വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ല. ആ ശ്രമത്തിലാണ് ഞാൻ പിടിക്കപ്പെട്ടത്. എന്നെ മത്സ്യലോകത്തു നിന്നും നിലവിലെ മത്സ്യറാണിയായിരുന്ന മാന്യത ഇറക്കിവിട്ടു. ശുക്ലപക്ഷ പൗർണമി ദിനത്തിലാണ് എന്നെ മത്സ്യലോകത്തു നിന്നും പുറത്താക്കിയത്. ഏതൊരു മത്സ്യകന്യകയാണോ ശുക്ലപക്ഷ പൗർണമിയിൽ മത്സ്യലോകം വിട്ട് പുറത്തേക്കിറങ്ങുന്നത്, അവരെ തേടി വരുന്നത് വളരെ ഭയാനകരമായ ഒന്നാണ്.